എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് രാവിലെ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ ചക്ക ഇന്നലെ പറിച്ച് കറി വെച്ചു കേട്ടോ. അപ്പോൾ കറി വെച്ചതിന് കുരു ഇരുന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അത് ചക്കക്കുരു കൊണ്ട് വേറെ പരിപ്പും ചക്കക്കുരു അങ്ങനെ മാങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ തോന്നി വേണ്ട, നാളെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ അത് ഇതേ നന്നാക്കി വെള്ളത്തിലിട്ട് വിട്ടു. അന്ന് രാവിലെ ഹസ്സിന് ഇങ്ങനെ ഇത് ഇഷ്ടമല്ല ഈ ചമ്മന്നത്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ വെച്ചു. അപ്പോൾ രാവിലെ ഇപ്പോൾ എടുത്തപ്പോൾ ഇല്ലേ അത് ഒക്കെ നിങ്ങൾ കണ്ട നല്ല ക്ലിയറായിട്ട് കണ്ട ഒരു ചുമന്ന ഒരു പാട പോലും ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് കിട്ടി. ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മുമ്പോൾ തന്നെ എല്ലാതും നല്ലവണ്ണം ചുമപ്പൊക്കെ നല്ലവണ്ണം പോയി നല്ല വെള്ള സാധനമായിട്ട് വരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതന്നെ ഓരോ കുരുതി ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും അതന്നെ അങ്ങ് നന്നായിട്ട് പോകും കണ്ട. ചുമ്മാ ഇതിപ്പോൾ എന്താണാവട്ടെ, ഇത് ഇത്തിരി കുതിരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് എന്നുള്ളതുപോലെ തോന്നണല്ലേ കണ്ട. കാണിക്കുമ്പോഴേക്കും അത് നല്ല വണ്ണം അങ്ങോട്ട് പോകട്ടോ. അപ്പം നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച ചീര കേട്ടോ കണ്ട. ഇന്നലെ പറിച്ചെടുത്തതാണ് കണ്ട. ഇതും നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ പറമ്പിലുണ്ടായതാട്ടോ. ഒരു രാസവളം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ട് ചാണകം മേടിച്ച് കൊണ്ടുവന്ന് കുറച്ച് 100 രൂപയ്ക്ക്. എന്നിട്ട് ആ ചാണകം കലക്കി നേർപ്പിച്ച വെള്ളം മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത്. നല്ല ഒരു വളം ചേർക്കാൻ നല്ല ശുദ്ധമായ ചീര കണ്ടോ. പെട്ടെന്ന് തന്നെ ശരിയാവും കേട്ടോ. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം കേട്ടോ. എത്ര പെട്ടെന്നാണെന്നറിയാമോ അത് വെളുത്ത് വരുന്നത്. സൂപ്പറായിട്ടത് കണ്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. തലേദിവസം ചക്കക്കുരു നന്നാക്കി വെള്ളത്തിലിട്ടത് വെറുതെ കൈ കൊണ്ട്, ഞാൻ ഇപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കണം കേട്ടോ. എനിക്കിവിടെ വീഡിയോ പിടിച്ച് തരാനൊന്നും ആളില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഒക്കെ എനിക്ക് വൈകി പോണതും. പെട്ടെന്ന് നല്ല വെളുത്ത് ഇതിൻ്റെ തൊലിയെല്ലാം പോയി നല്ല ക്ലിയറായി കിട്ടും. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ ചക്കക്കുരു കിടക്കുന്നത് തന്നെ കാണാൻ കേട്ടോ. തൊലി പോണേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നല്ലോണം വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. പെട്ടെന്ന് തൊലി പോവും. 2 ദിവസം ഒന്നും ഇട്ട് വയ്ക്കല്ലേ. 2 ദിവസമൊക്കെ ഇട്ട് വെച്ചൊരു പട്ട മണം വരെ തലേദിവസം നന്നാക്കിയിട്ട് ഇട്ട് വയ്ക്കുക. അപ്പം പിന്നെ നേരം വെളിച്ചാകുമ്പോൾ അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ തൊലിയൊക്കെ പോയി കണ്ടോ ഗൈസ്. അപ്പം നിങ്ങളും ഇത് എൻ്റെ അറിവാണ്, ഇത് വേറെ ആർക്കെങ്കിലും അറിയുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മനസ്സിലായത്. ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പോകുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ഇട്ടത്. പക്ഷേ ഇങ്ങനെ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് കഴുകുന്ന കുക്കറിലിടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ വെറുതെ ഒന്ന് കഴുകിയപ്പോൾ ഉണ്ട് തൊലിയെല്ലാം പോയി നല്ല ഭംഗിയിലൊക്കെ ഉണ്ട്. എന്ത് രസമാണ് കാണാൻ, നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്കും ഇതൊരു പുതിയ അറിവാണ്, എന്തോ അറിയില്ല. അപ്പം നിങ്ങൾക്ക് അറിവുള്ളവരുണ്ടാവും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ. അപ്പോൾ അറിവില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം.